ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസത്തിന് അധിക സഹായം ആവശ്യപ്പെടാൻ കേരളം ഡൽഹിയിലെത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ 10 മണിക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയെ നേരിൽ കാണാനും ശ്രമം നടത്തുന്നുണ്ട്. നോബൽ മാരിക്കാരൻ ഡൽഹിയിൽ നിന്നും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നോബൽ, മുഖ്യമന്ത്രിയും ധനമന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ഒക്കെ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് ഓരോരുത്തരും അവരവരുടെ വകുപ്പുകളുമായി ബന്ധപ്പെട്ടാണ് കാണുന്നതെങ്കിലും മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് തിരിച്ചടി നേരിട്ടു. ഈ വിഷയത്തിൽ അമിത്ഷായെ കണ്ട് നമുക്ക് തന്നത് പോരാ, 10% നമുക്ക് കിട്ടിയുള്ളൂ. നമ്മൾ ആവശ്യപ്പെട്ടതിന് 2000 കോടി ചോദിച്ചു, 260 കോടി എങ്ങാണ്ട് തന്നു. അത് പോരാ എന്ന് പറയാനായിരിക്കില്ലേ പ്രധാനമായിട്ടും മുഖ്യമന്ത്രി അമിത്ഷായെ കാണുക? നോബൽ, ഗുഡ് മോർണിംഗ്. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ദില്ലിയിൽ ഉണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വയനാട് ദുരന്തത്തിന് കഴിഞ്ഞ ദിവസം കേന്ദ്രം അനുവദിച്ച തുക അത് വളരെ നാമമാത്രമായ തുകയാണ്. വലിയ അവഗണനയാണ് ഉണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 2221 കോടി ആവശ്യപ്പെട്ടപ്പോഴാണ് വെറും 260 കോടി തന്ന് അത് പരിഹരിച്ചു എന്ന് കേന്ദ്രം വ്യക്തമാക്കുന്നത്. ഈ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ദില്ലിയിൽ എത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു 10 മണി കഴിയുമ്പോൾ അദ്ദേഹം കൂടിക്കാഴ്ചയ്ക്ക് പുറപ്പെടുമെന്ന് സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണും എന്നാണ് സൂചന. ആ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും വയനാട് ദുരന്തത്തിന് കൂടുതൽ സഹായം, പ്രത്യേകിച്ച് ഈ ദുരന്ത സമിതി അതിന്റെ അധ്യക്ഷൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. അദ്ദേഹം ചേർന്ന യോഗത്തിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം 260 കോടി അനുവദിക്കാൻ തീരുമാനം ആവുകയും ചെയ്തു. കൂടുതൽ സഹായം ആവശ്യമുണ്ട്. കാരണം 2000 കോടി ചോദിച്ചെടുത്ത് 260 കൊണ്ട് ഒന്നുമാകില്ല എന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പാണ്. ആ പശ്ചാത്തലത്തിൽ കൂടുതൽ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇന്നിപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണും. നമ്മൾ നിൽക്കുന്നത് കൊച്ചി ഹൗസിന് മുന്നിലാണ്. മുഖ്യമന്ത്രി ഇവിടെയുണ്ട്. മുഖ്യമന്ത്രിയുടെ വാഹനം അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും എന്താണെങ്കിലും രാവിലെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഏത് നിമിഷവും മുഖ്യമന്ത്രി പോകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. കൃത്യമായ സമയം എന്താണെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ 10 മണി കഴിയുമ്പോൾ ഏറെക്കുറെ ആ കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് സൂചന ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് മന്ത്രിമാർ മുഹമ്മദ് റിയാസ്, അതോടൊപ്പം തന്നെ KN ബാലഗോപാൽ അടക്കമുള്ള മന്ത്രിമാരും ദില്ലിയിലുണ്ട്. മുഹമ്മദ് റിയാസ് ഇപ്പോൾ ഒരു ടൂറിസം മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ വേണ്ടി പുറത്തേക്ക് പോയിട്ടുണ്ട്. ചില കേരളത്തിന്റെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട വികസനം അടക്കമുള്ള കാര്യങ്ങളാണ് ആ കൂടിക്കാഴ്ച ഉണ്ടാവുക എന്ന് മന്ത്രി പറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ KN ബാലഗോപാൽ GST നഷ്ടപരിഹാരം അടക്കമുള്ള വിഷയങ്ങളിൽ ധനമന്ത്രി നിർമ്മല സീതാരാമനുമായും ഇന്നിപ്പോൾ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ കൂടിക്കാഴ്ചകളാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയമാണ്. സ്വാഭാവികമായും ഇത്തരത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് കേന്ദ്രത്തിന്റെ സഹായം ആവശ്യമുണ്ട് കിട്ടിയെങ്കിൽ മാത്രമാണ് മുന്നോട്ടുള്ള പോക്ക് യാഥാർത്ഥ്യമാവുകയുള്ളൂ. അതുകൊണ്ട് വളരെ നിർണായകമാണ്. താങ്ക് യു പ്രിയപ്പെട്ട പ്രേക്ഷകരെ. താങ്ക് യു നോബൽ.